ഏഷ്യാറ്റിൻ്റെ മൂഡ് ഓഫ് ദ നേഷൻ സർവേ ഫലമാണ് ഇപ്പോൾ കേരളത്തിലെ BJP-ക്കാരെ ഞെട്ടിച്ചിരിക്കുന്നത്. ഏതായാലും നരേന്ദ്രമോദി പറഞ്ഞത് കേരളത്തിൽ BJP 2 അക്ക കടക്കും എന്നാണ് തെരഞ്ഞെടുപ്പ് ഫലം വരുമ്പോൾ. പക്ഷേ അതിനോട് ജനം വലിയ രീതിയിൽ പ്രതികരിച്ചില്ല എങ്കിലും BJP-ക്ക് അനുകൂലമായി തന്നെ ഒരു വലിയ രീതിയിൽ ജനങ്ങൾ പ്രതികരിക്കുന്നു എന്ന് തന്നെയാണ് ഈ സർവേയിൽ നിന്ന് മനസ്സിലാക്കാൻ കഴിയുന്നത്. ഏതായാലും ഈ സർവേയിൽ വിവിധ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകൾ കൂടെയാണ് ഈ സർവേ നടത്തിയിരിക്കുന്നത്. ഈ സർവേയിൽ പറയുന്നത് 79% പേരും പറയുന്നത് INDA മുന്നണിയേക്കാൾ മികച്ചത് NDA മുന്നണിയാണ്, അതായത് BJP നേതൃത്വം നൽകുന്ന NDA മുന്നണി ആണ് എന്ന് തന്നെ പറയുന്നു. പ്രധാനമന്ത്രി മോദിക്ക് ഇത് ആദ്യമായി കേരളത്തിൽ ആദ്യമായിട്ട് തന്നെ 51.06% പേരുടെ പിന്തുണയുണ്ട്. ഏറ്റവും മികച്ച പ്രധാനമന്ത്രിയാണ്, പ്രധാനമന്ത്രി സ്ഥാനത്തേക്ക് ആരെയാണ് നിങ്ങൾ കരുതുന്നതെന്ന ചോദ്യത്തിന് നരേന്ദ്രമോദിക്ക് 51.06% പിന്തുണ ലഭിക്കുമ്പോൾ രാഹുൽ ഗാന്ധിക്ക് അത് 46.45 ആണ്. ഏതായാലും കഴിഞ്ഞ തവണ രാഹുൽ ഗാന്ധിക്ക് വലിയ ഭൂരിപക്ഷം അല്ലെങ്കിൽ വലിയ വിഭാഗം ജനങ്ങൾ പിന്തുണച്ചിരുന്നെങ്കിൽ ആ പിന്തുണ അല്പം കുറഞ്ഞു എന്ന് തന്നെ നമുക്ക് ഇതിൽ നിന്ന് കണക്കാക്കാൻ കഴിയും. കഴിഞ്ഞ തവണത്തെ തെരഞ്ഞെടുപ്പിൽ 2019 തെരഞ്ഞെടുപ്പിൽ ചില മലയാളം ചാനലുകൾ അടുത്ത പ്രധാനമന്ത്രിയായ രാഹുൽ ഗാന്ധിയെ ഉയർത്തി കാണിക്കുക വരെ ഈ സർവേയുടെ അടിസ്ഥാനത്തിൽ ചെയ്തിരുന്നുവെങ്കിൽ ഇപ്പോൾ നരേന്ദ്രമോദിക്കാണ് പ്രധാനമന്ത്രി സ്ഥാനത്തേക്കുള്ള ആ സർവേയിൽ മുൻതൂക്കം എന്ന് തന്നെ പറയേണ്ടി വരും. ഒപ്പം തന്നെ പൗരത്വ ഭേദഗതി നിയമങ്ങൾ ഈ വിജ്ഞാപനം ചെയ്തത് മോദി സർക്കാരിന് തീരുമാനം ഗുണം ചെയ്തോ അല്ലയോ എന്നൊരു ചോദ്യമുണ്ടായിരുന്നു. ഇത് BJP-ക്ക് ഗുണം ചെയ്യുമെന്ന് 51.1% പേർ പറയുമ്പോൾ 26.85% പേർ പറയുന്നു ഒരു ഗുണവും ചെയ്യില്ല എന്ന് പറയുന്നു. ഇത് വലിയ എതിർപ്പ് ഉയർത്തുമെന്ന് പറഞ്ഞു. 22% പേർ പറയുന്നു ഇത് ഒരു സ്വാധീനവും ഈ തെരഞ്ഞെടുപ്പിൽ വരുത്തില്ല എന്ന് പറയുന്നു. വികസനത്തിനാണ് ജനം ഏറ്റവും കൂടുതൽ മുൻഗണന നൽകുന്നത്. അതായത് വോട്ട് ചെയ്യാൻ പോകുന്ന ജനത്തിൻ്റെ പ്രാഥമികമായി അവർ തിരഞ്ഞെടുക്കുന്നത് വികസനത്തെ തന്നെയാണ്. 80.5% പേർ വികസനത്തിന് മുൻഗണന നൽകുന്നു. ഒപ്പം തന്നെ അടിസ്ഥാന സൗകര്യ വികസനം ചെയ്തതിന് മോദി സർക്കാരിന് 38.11% പേരുടെ പിന്തുണയുമുണ്ട്. അതുപോലെ തന്നെ ഡിജിറ്റൽ ഇന്ത്യ, അത് ഈ അടുത്ത കാലത്താണ് വളരെ ശക്തമായ രീതിയിൽ അതിൻ്റെ പ്രചരണങ്ങളും മറ്റും ഉണ്ടായത്. ഈ ഡിജിറ്റൽ ഇന്ത്യക്ക് 26.41% പിന്തുണയും ലഭിക്കുന്നു. ഡിജിറ്റൽ ഇന്ത്യ കൂടുതൽ യുവാക്കളെ ലക്ഷ്യമിട്ടുകൊണ്ടാണ് മുൻപോട്ട് പോകുന്നത്. ഏതായാലും കേരളത്തിലെ ഒരു പിക്ചർ, അതായത് ദേശീയ രാഷ്ട്രീയത്തോടൊപ്പം നിൽക്കുന്ന ഒരു പിക്ചറാണ് കേരളത്തിലും ഉണ്ടായിരിക്കുന്നത്. ഇത് വോട്ടായി മാറുമോ ഇല്ലയോ എന്നുള്ളത് തെരഞ്ഞെടുപ്പിന് ശേഷം കാത്തിരുന്ന് കാണാം. ന്യൂസ് ഡെസ്ക് ഇന്ത്യ മലയാളം.